ഇവിടെയാണ്. ഈ പുള്ളിക്ക് ഒരു കൂട്ടായിക്കോട്ടെ, നമുക്കിവിടെ കിടക്കാം. കട്ട് ചെയ്ത് അങ്ങോട്ട് ഇൻസ്റ്റാഗ്രാമിൽ അങ്ങോട്ട്, ബാക്കി അങ്ങോട്ട് യൂട്യൂബിലൂടെ കാച്ചു. അപ്പോൾ വ്ളോഗ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞ് തുടങ്ങാം. ന്യൂ ഇയർ പരിപാടി കൂടാൻ വേണ്ടി ഞാനും അപ്രാച്ചിയും കൂടെ വർക്കല പോകുന്നു. യെസ്, അതിനൊന്നുണ്ട്. എവിടെ പോകാം? അതിന് മുമ്പ് നമ്മൾ ഫുഡ് അടിക്കാൻ പോകുന്നു. ജിഷ്ണുണ്ട് അവിടെ. ഓക്കെ, ജിഷ്ണുണ്ണൻ്റെ ചിലവുണ്ട്. അപ്പോൾ ഫുഡ് അടിക്കാൻ പോകും. പമ്പ് നല്ല അടിപൊളി ന്യൂ ഇയർ നടന്നുകൊണ്ടിരിക്കുക. വർക്കലോട്ട് വണ്ടി അവിടെ പിടിച്ചിട്ട് 2 കിലോമീറ്റർ നടക്കണം. തേഞ്ഞ് നടന്ന് ഏതൊക്കെയോ കാട്ടിക്കൂടെ എത്തിയിട്ടുണ്ട്. എവിടെ ഇരുട്ടത്തി അയ്യ കൊള്ളാം. അയ്യോ ഹലോ ഗൈസ്. മൊത്തത്തിൽ വട്ടത്തിൽ മൂഞ്ചി ഗൈസ്. വി ഡോണ്ട് ഗെറ്റ് ഇറ്റ്. ഞങ്ങൾ മാക്സിമം റൺ എടുത്തു ഓടിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ബട്ട് ഇപ്പൊ തോന്നി എത്തില്ല. സമയത്രായി എത്രയായി? 12 മണി. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ഫോട്ടോ തുടങ്ങി. ഈ വർഷം മൊത്തം ഫോട്ടോ ആയിരിക്കും ഉറപ്പാ. പടകം പൊട്ടിക്കൊണ്ടിരിക്കുന്നു ഗൈസ്. ചേട്ടന്മാരെ, അനിയന്മാരെ, അനിയത്തിമാരെ, ചേച്ചിമാരെ, പടകങ്ങൾ പൊട്ടുന്നു, പടകങ്ങൾ പൊട്ടാതിരിക്കുന്നു. നമ്മുടെ ആഘോഷം നമ്മൾ നിൽക്കുന്ന സ്ഥലത്താണ്. അതിപ്പോൾ എത്ര മോശം സ്ഥലമാണെങ്കിലും നല്ല സ്ഥലത്താണെങ്കിലും അവർ ഹാപ്പിനെസ് ഈസ് അവർ തിങ്. ഹാപ്പി ന്യൂ ഇയർ പട്ടിക്കുട്ടി. ബൈ ബൈ. ഹാപ്പി ന്യൂ ഇയർ അല്ലേ? ദിസ് ഈസ് ഹാപ്പി ആൻഡ് ദിസ് ഈസ് ഹാപ്പിനെസ്. നടക്കുന്നു, ഓടുന്നു. 2025 നമ്മൾ ഓടാൻ പോകുന്നു. And then Happy New Year. Happy New Year. Wakala Beach Road. Happy. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ് ഗൈസ്. അതെ അതെ. ഭയ്യാ This
ഇറ്റ്സ് ദ ബെസ്റ്റ് എവർ ന്യൂ ഇയർ ഐ ഹാഡ് എവർ. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ന്യൂ ഇയർ എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. തൊണ്ടയിൽ നിന്ന് വെള്ളം പറ്റുന്നു. ഓടി ഓടി നടന്നു നടന്നു കിതച്ചു. സോ വാവ്, സോ ബ്യൂട്ടിഫുൾ ആൻഡ് സോ എലഗന്റ്. അമ്മേ വയ്യ. അമ്പലത്തിനടുത്തൊക്കെ എത്തി. അമ്പലത്തിനടുത്ത് അങ്ങനെ ഉറങ്ങിയാലോ. വർക്കലയിൽ വന്നു, ന്യൂ ഇയറിൽ വന്നു. പിന്നെന്തുവാ ഇന്നത്തെ സ്റ്റേ ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലാണ്. ഒരാൾ വഴി പറഞ്ഞു ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ട് വരെ എത്തിച്ചിട്ടുണ്ട്. കാണാന്നൊക്കെ പറഞ്ഞിട്ട് വഴി അമ്പലത്തിൻ്റെ ഫ്രണ്ട് വരെ എത്തിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെയാണ്. ഈ പുള്ളിക്ക് ഒരു കൂട്ടായിക്കോട്ടെ, നമുക്കിവിടെ കിടക്കാം. സുപ്രഭാതം. രാവിലെ 2025 അമ്പലത്തിന് മുന്നിൽ തന്നെ 2025 നമ്മൾ ആഘോഷിക്കുകയാണ്. ഇന്നലെ 2025 നമ്മൾ അമ്പലത്തിന് മുന്നിൽ തന്നെ ആഘോഷിക്കുന്നു. ഹാപ്പി 2025. 2025 ആദ്യമായി നമ്മൾ മുഖം കഴുകി ശുദ്ധിയായി അമ്പലത്തിന് മുന്നിൽ നിന്ന് ഒന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ ഐശ്വര്യമായി നടന്നു തുടങ്ങാം. 5 കിലോമീറ്റർ നടക്കുന്നുണ്ട്. വണ്ടി ഇവിടെ അറിയില്ല. അതാണ് മെയിൻ ടാസ്ക്. ഗൂഗിൾ മാപ്പിൽ പോലും അറിയാൻ പറ്റത്തില്ല ഞങ്ങൾ ഇന്നലെ ഏത് വഴിക്ക് വന്നു. അതെ, ഞങ്ങൾ ഇന്നലെ ഇങ്ങോട്ട് ഏത് വഴിക്ക് വന്നു, എങ്ങനെ വന്നു എന്നൊന്നും നമുക്കൊരു പിടുത്തമില്ല. ഞങ്ങൾ വന്ന റൂട്ട് വേറെ, ഇപ്പോൾ വന്ന് കിടക്കുന്ന റൂട്ട് വേറെ. തിരിച്ചു പോയി വണ്ടി കണ്ടുപിടിക്കുന്നതാണ് മെയിൻ ടാസ്ക്. ഒരു 5 കിലോമീറ്റർ നടക്കാനുണ്ടെന്ന് മാത്രം അറിയാം. നടന്ന് നമ്മൾ പോയി. ദൂരമുണ്ട് എനിക്ക് താണ്ടാൻ, എവിടേക്ക് മഞ്ഞു പോയാലും എന്നുള്ളിൽ നീയല്ലേ. പൂക്കാത്ത മാവിൻ്റെ കൊമ്പിൽ കൈക്കാത്ത കനി തേടി നടന്നു. കനി തേടി ഞാൻ നടന്നു. ഇനി ഇങ്ങോട്ട് ഇനി അങ്ങോട്ടാ. നമ്മൾ വരാനായിട്ട് നോക്കിയിരിക്കുമായിരുന്നു. പൊട്ടാൻ പാട്ടി എവിടേക്കോ വേറെ ഇല്ല. വർക്കല റെയിൽവേ സ്റ്റേഷൻ ഒന്നല്ലേ ഉള്ളൂ. അതെ, വർക്കല റെയിൽവേ സ്റ്റേഷൻ ഒന്നേ ഉള്ളൂ. 2.5 കിലോമീറ്ററിൽ വേറെ ചോദിച്ചോക്ക്. കട്ട് ചെയ്ത് അങ്ങോട്ട് ഇൻസ്റ്റാഗ്രാമിൽ അങ്ങോട്ട്, ബാക്കി അങ്ങോട്ട് യൂട്യൂബിലൂടെ കാച്ചു. അപ്പോൾ വ്ളോഗ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞ് തുടങ്ങാം. അമ്പലങ്ങളും കാറുകളുമായ മനോഹരമായ ഗ്രാമമാണിത്. രാവിലെ പത്രമായി പോകുന്ന ചേട്ടനെ കാണാം. അതിനുശേഷം നമ്മൾ നേരെ നടന്നാൽ കുറേ വണ്ടികളും ഒരു മരവും കാണാം. എന്ത് സുന്ദരമാണ് ഈ നഗരം, എന്ത് സുന്ദരമാണ് ഈ ആൾക്കാർ. നമ്മൾ ഒരു ജംഗ്ഷനിലെത്തിയിരിക്കുന്നു. ഇവിടെ നിന്ന് നമുക്ക് നേരെയാണ് പോകേണ്ടത്. ഇങ്ങോട്ടും പോകാൻ പാടില്ല, അങ്ങോട്ടും പോകാൻ പാടില്ല. സോറി, അവിടെ നിന്നാണ് നമ്മൾ വന്നത്. അവിടെ അങ്ങോട്ട് വീണ്ടും പോകാൻ പാടില്ല. നമ്മൾ നേരെ പോകണം, ഇങ്ങനെ പോകണം. അഭിരാജിൻ്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. യെസ്, പറയൂ, എന്തൊക്കെയായിരുന്നു? നമ്മൾ നോ ഷുഗറാണ്. യെസ്, ഓക്കെ. പിന്നെ വരുന്ന November 30 വരെ നമ്മൾ നോ ഷുഗറാണ്. ഓക്കെ, ഗുഡ്, വെരി ഗുഡ്. ഓയിൽ കട്ട്. പിന്നെന്താ? ഓയിൽ കട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് പൂർണ്ണമായിട്ട് ഓയിൽ ഒഴിവാക്കാൻ പറ്റില്ല. ഒഴിവാക്കത്തില്ല. സോ അതെ നമ്മൾ കുറയ്ക്കും. അതെ ഷുഗർ ആണെങ്കിൽ പോലും പൂർണ്ണമായിട്ട് ഒഴിവാക്കാണ്. പക്ഷേ അതിൽ പ്രത്യേക സാഹചര്യം മാത്രമല്ല, കല്യാണം വരുമ്പോൾ ഒരു പായസം കുടിക്കും, അങ്ങനത്തെയൊക്കെ മാത്രം ഷുഗർ കാണും. ബർത്ത്ഡേ വരുമ്പോൾ ഒരു പീസ് കേക്ക് കഴിക്കുക, അധികമുള്ളൊന്നും അങ്ങനത്തെ ചെറിയ പരിപാടി. പിന്നെ മാക്സിമം നമ്മൾ ഡയറ്റ് കൺട്രോൾ ചെയ്യാനുള്ള പരിപാടിയിലാണ്. അതെ, നമ്മൾ ഒതുങ്ങുന്ന ബഡ്ജറ്റിൽ ചെറിയ എമൗണ്ടിനൊക്കെ മാറ്റി വെച്ച് നമ്മൾ നല്ല രീതിയിൽ അത്യാവശ്യം ഡയറ്റ് നമ്മൾ പ്ലാൻസ് കൊണ്ടുവരികയാണ്. അതെ, അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ കാണുന്ന റെസൊല്യൂഷൻ. നല്ല പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു.
ചെയ്തിരിക്കും. അതെ അതെ ഗൈസ് ബൈ. ബൈ. അപ്പോൾ നമുക്ക് ന്യൂ റെസൊല്യൂഷനായിട്ട് നടന്ന് തന്നെ വർക്കൗട്ട് തുടങ്ങാം. അതെ അതെ. അയ്യാ വഴിക്ക് നമുക്ക് പല പല മനോഹരമായ കാഴ്ചകൾ കാണാം. ഇതേപോലെ കഴിഞ്ഞ ദിവസത്തെ ക്ഷീണത്തിൽ നന്നായി ഉറങ്ങുന്ന 4 യുവാക്കൾ ബസ് സ്റ്റാൻഡിൽ. എന്ത് മനോഹരമാണ് ഈ കാഴ്ചകളെന്ന്. കളിച്ച കളിയാണ്. ഹോസ്പിറ്റലിന്റെ ഫ്രണ്ട് വന്നതാണ് എടുത്തോണ്ട് പോകാൻ ആംബുലൻസ്, അപ്പുറത്തെ ചായക്കട, ഓട്ടോ ചേട്ടന്മാർ. അങ്ങനെ എത്ര മനോഹരമായ കാഴ്ചകളാണ് രാവിലെ നമ്മൾ കാണുന്നത്. റീച്ചിങ് നൗ. എന്ന് വിശ്വസിക്കുന്നു. അതെ, അവിടെ അത് ആ സ്ഥലമാണ് ഞങ്ങൾ വണ്ടി വെച്ച സ്ഥലമെന്നാണ് ഞങ്ങളുടെ നിഗമനം. ഇവിടെ എത്തി നോക്കിയാൽ നമുക്ക് കറക്റ്റ് പറയാൻ പറ്റത്തുള്ളൂ എവിടെയാണെന്ന്. അതെ, നനച്ച വണ്ടിയിൽ കയറി കിടച്ച വണ്ടിയിൽ ഏറി നനച്ചിടത്തേക്ക് പോകാൻ പറ്റും. കിടച്ച വണ്ടിയിൽ കയറി നനച്ചിടത്തേക്ക് പോകാൻ മുടിയാതെ. നമുക്കാണ് ട്രെയിൻ വന്നാൽ നമ്മൾ പഠിച്ച നേരം പ്ലാറ്റ്ഫോമിൽ നിന്നിട്ടാകണം. അതെ, പ്ലാറ്റ്ഫോമിൽ നിൽക്കണം, അങ്ങോട്ട് നടക്കണം. അതെ, അങ്ങനെയല്ല, പ്ലാറ്റ്ഫോമിൽ നിൽക്കണം, ട്രെയിൻ വരുന്നോട്ട് നടക്കണം. അപ്പം നമുക്ക് ട്രെയിൻ കിട്ടും. അപ്പോൾ ട്രെയിൻ കിട്ടുമ്പോൾ നമുക്ക് വീട്ടിൽ പോകും. ഇതിനല്ലേ യെസ് വി ലിവറേജ് കണ്ടുപിടിച്ചു. അപ്പുറം ലിവറേജ് ഇല്ല. ലിവറേജ് കണ്ടുപിടിച്ചു, അതൊക്കെ ഓക്കെ. അതിനൊക്കെ ഓക്കെയാ. ലിവറേജ് കണ്ടുപിടിക്കാൻ അപ്പറിനെ കഴിഞ്ഞിട്ടുള്ളൂ കയറാൻ. അതാണ് നമ്മൾ ഈ റൂട്ടല്ല നടന്ന. ആക്ച്വലി നമ്മൾ ഈ റൂട്ടല്ലേ പോകുന്നത്. ഫൈനലി അയ്യോ കിട്ടി ഗൈസ്, കിട്ടി, എത്തിയിരിക്കുന്നു. പുള്ളിക്ക് നന്ദി. ഈ സ്ഥലം നമുക്ക് കാണിച്ചു തന്ന ബി.ആർ. അംബേദ്കർ സാറിന് പുള്ളിക്കാരന് വലിയ നന്ദി. യെസ്, അവർ വെഹിക്കിൾ, നമ്മുടെ വണ്ടി ഒറ്റയ്ക്ക് തനിയെ സിംഗിളായിട്ട് മാസായിട്ടിരിക്കുന്നത് വിഷയം. യെസ് യെസ് വാവ്. വണ്ടിയിലെത്തി ഗൈസ്. പെട്രോൾ പമ്പ് ആരും കണ്ടിട്ടുണ്ടെങ്കിൽ. ആൻഡ് ഫൈനലി we reached the destination. വീട്ടിലെത്തി, അതാണ് ഉദ്ദേശിച്ചത്. അപ്പൊ ന്യൂ ഇയർ ആയിട്ട് എല്ലാരും അടിച്ചു പൊളിക്കുക, നമ്മൾ വിളിച്ചെടുക്കുക. നമ്മൾ ഇനിയും പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട്. അതെ അതെ, ബൈ ബൈ.